ഇന്നത്തെ ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്ഐ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ ദിവസമാണ്. കാരണം ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തമുണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ജനങ്ങളെ ചേർത്തു നിർത്തി നമ്മുടെ നാട് ഒന്നിച്ച്. അതിൻ്റെ നേതൃത്വമായിരുന്നു നമ്മുടെ ഗവൺമെന്റിനോട് ചേർന്ന് നിന്ന് ഞങ്ങളും ദുരന്തത്തിൻ്റെ വ്യാപ്തി അറിയുന്നതിന് മുൻപ് ഞങ്ങൾ പറഞ്ഞു 25ൽ കുറയാത്ത വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഇടപെടൽ ഞങ്ങൾ നടത്തും. അങ്ങനെ ഞങ്ങൾ അതിന് റെസിറ്റ് ഉപയോഗിച്ച് അങ്ങനെ പിരിവോ ഒന്നുമല്ല, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആക്രി പെറുക്കി ഞങ്ങൾ അധ്വാനം സംഭാവന ചെയ്തു. ഞങ്ങൾ ഡിവൈഎഫ്ഐ സഖാക്കളുടെ കല്യാണത്തിന് മാറ്റിവെച്ച തുക, അതുപോലെ അങ്ങനെ പല പ്രവർത്തനങ്ങളും നടത്തി കേരളത്തിലുടനീളം ഡിവൈഎഫ്ഐ സഖാക്കൾ തെരുവിലിറങ്ങി പണം സമാഹരിച്ചു. അങ്ങനെ സമാഹരിച്ച് 25അല്ല 100 വീടിനുള്ള പണം ഞങ്ങൾ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ശേഷം പല സംഘടനകളും പലതും പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് തന്നെയാണ്. 30 വീട് പ്രഖ്യാപിച്ച അവസാനം എന്തായി എന്നുള്ളത് ഇപ്പോൾ ചോദ്യചിഹ്നമായി ഇരിക്കുക. ടൗൺഷിപ്പ് വരുന്നതിന് മുൻപ് അല്ല, സർക്കാർ കൊടുക്കുന്ന വീടിന് മുൻപ് ഞങ്ങൾ വീട് കൊടുക്കുന്നവർ. അതെ, അതിലൊരു സങ്കടം എന്താന്ന് വെച്ചാൽ അവർ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവര് എന്നിട്ടും ഒരു നാണവും ഇല്ലാതെ ഞങ്ങളെ ആക്ഷേപിക്കുക. ഞങ്ങളുടെ വീട് എവിടെ, നിങ്ങൾ കേട്ടില്ലേ, ഞങ്ങൾ കൊടുത്ത വീട് എവിടെ എന്നുള്ളതാണ്. കാരണം ഈ 178 വീടിൽ ഡിവൈഎഫ്ഐ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച വീടല്ലല്ലോ ഞങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ തന്നെ ഞങ്ങൾ അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനമാണ് എന്നുള്ള നിലക്കല്ലാതെ ഒരു ടിവിയുടെ മുകളിലും നിങ്ങൾ നോക്കി ഡിവൈഎഫ്ഐയുടെ മറ്റേ എംബ്ലമോ ഒന്നുമില്ല. 1-2 ടിവികളുടെ മൊത്തത്തിലൊരു ഫംഗ്ഷന്റെ ഭാഗമായി ചെയ്തു എന്നല്ലാതെ മൊത്തം ടിവികളുടെ പുറകിലൊന്നും ഡിവൈഎഫ്ഐയുടെ സ്റ്റിക്കർ ഒന്നുമില്ല. ഈ വീടുകൾക്കും അങ്ങനെ ഒരു ഐഡന്റിറ്റി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഗവൺമെന്റും പറഞ്ഞത് എന്താ, അവരുടെ അവകാശമായി വീട് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഗവൺമെന്റുമായി ചേർന്ന് ഗവൺമെന്റ് ഒരു സ്പോൺസർ 20 ലക്ഷം രൂപയാണ് ഒരു വീടിനെന്ന് പറഞ്ഞപ്പോൾ 20 കോടി കൊടുത്ത് 100 വീടിന്റെ സ്പോൺസർമാരായവരാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ. എന്നിട്ട് ഞങ്ങളെ ആക്ഷേപിക്കുക, ആര് ഈ വീട് പ്രഖ്യാപിച്ച് അതിനെത്ര പണം കിട്ടിയെന്നോ. ഇപ്പോൾ 86 ലക്ഷം കിട്ടിയെന്നാണ് നേരത്തെ പുറത്തായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞത്. പിന്നെ വന്ന പ്രസിഡന്റ് പറഞ്ഞു എത്രയാ 101 കോടി സംതിങ് കിട്ടി, അത് ഞങ്ങൾ കോൺഗ്രസിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ ബഹളം വെച്ചു. അവസാനം വന്ന് ഇവിടെ ഏതോ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഒരു തറക്കല്ലിട്ട് ഇന്നലെ പോയതാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ തറക്കല്ലിട്ട് പോവുകയോ വാഗ്ദാനങ്ങളായി നിലനിർത്തുകയോ ചെയ്യുന്നവരല്ല. ഞങ്ങൾ വാഗ്ദാനങ്ങൾ എങ്ങനെ പാലിക്കാൻ പറ്റും എന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി ഇടപെട്ട് ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ആ വാഗ്ദാനങ്ങൾ പാലിച്ചു. അതിൻ്റെ പുറമെയാണ് ഞങ്ങൾ കമ്മിറ്റി ചേർന്ന് ആലോചിച്ചത്. ഇന്ന് ഞങ്ങൾ ചുരം കയറുകയാണ്. ആ ചുരം കയറുന്ന സമയത്ത് ഇന്നൊരു സന്തോഷ ദിവസമാണ്. നമ്മുടെ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുടുംബക്കാരായിട്ടുള്ള വയനാട്ടിലെ ദുരന്തബാധിതർ വീടുകളിലേക്ക് മാറുമ്പോൾ ആ വീടുകളിലേക്ക് കയറുന്ന ദിവസം നമ്മൾ വീട്ടുകൂടൽ എന്നൊക്കെ പറയും. കൂടലിന് പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ, അപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ടാണ് ഞങ്ങൾ ഈ ടി വിയുമായിട്ട് എത്തിയത്. 32 ഇഞ്ച് LED ടിവിയുമായി ഞങ്ങൾ ഇവിടെ എത്തിയത്. അതിപ്പോൾ വിതരണം ചെയ്ത് പൂർത്തീകരിക്കുകയാണ്. തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു ദിനം തന്നെയായിട്ടാണ് ഈ ദിനത്തെ ഞങ്ങൾ കാണുന്നത്.